ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആരണ്യപർവ്വം തുടർച്ച. വൃത്താന്തം കേട്ട നേരം ക്രുദ്ധനാം ദശാനനൻ അയച്ചുറായിരം കിങ്കരന്മാരെയപ്പോൾ അയച്ചാൻ അവരുടെ കാലനൂർ കരക്ഷണം. പഞ്ചസേനാപന്മാരെ അയച്ചാൻ അവരെയും പഞ്ചത്താനല്ലോ പഞ്ചാസ്യ പരാക്രമൻ. ഉന്നതന്മാരായുള്ള മന്ത്രിനന്ദനന്മാരെ പിന്നെയും 7 പേരെ അയച്ചാൻ ദശാനനൻ. വന്നൊരു പടയോടും 7 പേരെയും തച്ചു കൊന്നിതു. പരിഹർത്താൽ അഞ്ജനാതനയനും രക്ഷോനായകൻ തൻ്റെ പുത്രനാകിയ വീരൻ അക്ഷനാം കുമാരനങ്ങടുത്താൻ പടയോടെ തൽക്ഷണം അവനെയും കൊന്നതു കേട്ട നേരം രക്ഷോനാഥനു വന്ന കോപമെന്തെന്നു ചൊൽവു. കോപത്തോടിന്ദ്രജിത്തും അടുത്തു യുദ്ധം ചെയ്താൻ. ശോഭിച്ച ദിവ്യാസ്ത്രങ്ങൾ ഏറ്റവും പ്രയോഗിച്ചാൻ. ബ്രഹ്മാസ്ത്രം കൊണ്ടു ബന്ധിച്ചിടിനാനതു നേരം സമ്മോഹം പൂണ്ട പോലെ കിടന്നു ഹനുമാനും. രാവണൻ തന്നെ കണ്ടു പറഞ്ഞാൻ അവസ്ഥകൾ. ദേവവൈരിയും അതു കേട്ടുടൻ നിയോഗിച്ചാൻ. വാലിൽ മേലഗ്നി കൊളുത്തിയിടുകന്നതു നേരം ചേലകൾ കൊണ്ടു ചുറ്റി കൊളുത്തിയിടിനാതീയും. മാരുതി 700 യോജന ലങ്കാരാജ്യം ആരൂഢ കോപത്തോടും ചുട്ടുപൊട്ടിച്ചാനല്ലോ. താരിൽ മാതിനെ കണ്ടു പറഞ്ഞു രണ്ടാമതും വാരുരി തന്നിൽ തീയും പൊലിച്ചു ചാടിയിടിനാൻ. ദക്ഷിണ സമുദ്രത്തിൻ ഉത്തരതീരെ വന്നു ദക്ഷനാം വായുപുത്രൻ വാനരപ്പടയോടും കണ്ടേൻ ജാനകിയെ ഞാനെന്നുണർത്തിച്ച ശേഷം. തണ്ടാർ മാനിനി ചൂടും ചൂടാരത്നവും നൽകി മാനവ വീരനോട് വൃത്താന്തം ചൊന്ന നേരം വാനരപ്പടയോടും കൂടെ രാഘവദേവൻ ദക്ഷിണ സമുദ്രത്തിൻ ഉത്തരതീരം പൊക്കാൻ. തൽക്ഷണം ദശഗ്രീവൻ തന്നോട് വിഭീഷണൻ നല്ലതു പറഞ്ഞതു കേളാഞ്ഞു. ദശാനനൻ നല്ലനാം വിഭീഷണൻ രാഘവൻ തന്നെ കണ്ടാൻ. ലങ്കനായകനെന്നു ലക്ഷ്മണൻ തന്നെ കൊണ്ടു ശങ്ക കൂടാതെ ജയിച്ചിടിനാൻ അഭിഷേകം. സേവിച്ചു വരുണനെ കാണാഞ്ഞു രഘുവരൻ കോപിച്ചു തൊടുത്തിതു പാവകമായ ശരം. വേവിച്ചു വരുണനും തൃക്കാൽക്കൽ വണങ്ങിയിട്ട് ശോഭിച്ച ചിറയിട്ടു കൊള്ളുവാൻ വഴി നൽകി. അസ്ത്രത്തെ മരുകാന്തരത്തിലേക്ക് അയച്ചിട്ടു ഭദ്രമാം രാജ്യമാക്കി ചമച്ചാൻ അവിടവും. കെട്ടിനാൻ നളഞ്ചിറയഞ്ചു വാസരം കൊണ്ടു മുട്ടിയതു ലങ്കതന്റെ വടക്കേ ഗോപുരത്തിൽ. വിസ്താരമുണ്ടു ചിറ 10 യോജന വഴി ചിത്രമായൊരു 100 യോജന നീളമുണ്ടു. വടക്കേ ഗോപുരത്തിനു മുകളിൽ കരയേറി പടക്കോപ്പുകൾ കണ്ടു രാവണൻ.